ഹലോ, എൻ്റെ വയൽവരമ്പിലെ പ്രണയമെന്ന ഈ ഒരു കൊച്ചു കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് തുടങ്ങാം. പ്രസാദവുമായി അവൾ വീട്ടിലേക്ക് നടന്നു. വയൽവരമ്പിൽ നടന്ന ആ വഴികളിൽ തന്നെ കാത്ത് തൻ്റെ പ്രിയതമൻ നിൽക്കുന്നില്ലേ എന്നവൾ ആലോചിച്ചുകൊണ്ട് ചെറുപുഞ്ചിരിയോടുകൂടി അവൾ പതുക്കെ പതുക്കെ അമ്പലനടയിൽ നിന്നും പുറത്തേക്ക് വന്നു. എനിക്കായി കാത്തു നിൽക്കുന്ന ആൾ ഇതാ. രണ്ടുപേരും പരസ്പരം കണ്ടപ്പോൾ കണ്ണുകൾ തമ്മിൽ ഉടക്കിയ ആ ഒരു നിമിഷമുണ്ടല്ലോ, ഇരുവരുടെയും മുഖത്ത് വിരിഞ്ഞത് ഒരു പുഞ്ചിരി മാത്രം. ഓരോ ചുവടിലും ഓരോ വാക്കിലും പ്രണയം കൂടുതൽ ആഴമായി. വീടിനടുത്തെത്തിയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഇരുവരും യാത്ര പറഞ്ഞു. പിരിഞ്ഞിട്ടും വീട്ടിലെത്തിയിട്ടും അവളുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. വയൽവരമ്പിലൂടെയായിരുന്നു ആ നടത്തവും. സന്ധ്യയുടെ നിശബ്ദതയിൽ ആ മനോഹര നിമിഷങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മകളായി അവളുടെ മനസ്സിലേക്ക് വന്നു. എന്തു രസമായിരുന്നില്ലേ ആ ഒരൊറ്റ നിമിഷം ഓർക്കാൻ തന്നെ. എന്തൊരു സുഖകരം. ഇത് കണ്ടുവന്ന മുത്തശ്ശി അവളെ സ്നേഹത്തോടു കൂടി വഴക്കു പറഞ്ഞു. പക്ഷെ അവൾക്ക് ഭയങ്കര വിഷമമായി. നല്ലൊരു ഓർമ്മകളിൽ നിന്നും ചീത്ത കേട്ടല്ലോ എന്നുള്ള ആ ഒരു വിഷമം. പോയി സന്ധ്യാനാമം ജപിക്കരി. അങ്ങനെ പറഞ്ഞ മുത്തശ്ശി പറഞ്ഞോട് അവൾ വേഗം പോയി സന്ധ്യാനാമം ജപിച്ചു. അതിനുശേഷം അവൾ തൻ്റെ കിടക്കയിൽ കിടന്നപ്പോൾ ഓർക്കുകയായിരുന്നു അവൾ എവിടെയായിരിക്കും ഇപ്പോൾ, എന്ത് ചെയ്യുന്നുണ്ടാവും. അവനോടൊത്തുള്ള ആ ഒരു സുഖകരമായ നിമിഷം, ആ ഓർമ്മകളെ ചേർത്ത് പിടിച്ച് മധുര സ്വപ്നങ്ങൾ അവൾ പതിയെ വഴുതി വീണു. ഇതാണ് എൻ്റെ വയൽപ്പരമ്പിലെ പ്രണയമെന്ന. ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് നിങ്ങളുടെ ലച്ചുട്ടി.